എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 26 ഞായറാഴ്ച, അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും
അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായ തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു. അടിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവപൈതലെ നീ ചിന്തിക്കുന്നതെങ്കിൽ, നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കുവാമേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യേണ്ട ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്, എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിജയകുമാറിനെ പോലും അറിയിച്ചിട്ടില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണപ്പം തന്നെ ഛർദ്ദിച്ച് പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഇതൊന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായി കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളെടുത്ത് നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാണ്.
ആ സേവകൻ. ഇപ്പം അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്? സേവകൻ വീണ് നമസ്കരിച്ച് കവന്നടിച്ച് വീണ് പറഞ്ഞു, പ്രഭു എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടമിളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ദ സ്പിരിച്വാലിറ്റി ബിൽറ്റ് അപ്പ് ഓൺ ദ ജെനുവിനിറ്റി. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം 10,000 താരന്ത് കണ്ട ആളല്ലേ. താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി. അവനെ കഴുത്ത് പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ? സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെനുവിൻ അല്ലാത്ത ആളില്ലേ ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ധനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരേ സെയിം പേഴ്സണാണ്. ഇത് 2 പേഴ്സൺ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ യോഹന്നാൻ 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീങ്ക് എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല. ഇവർ 2 പേഴ്സൺ ഇല്ലെന്ന്. ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയണത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 താലം ഇളച്ചു തന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് ആ യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ച യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 10,000 താലന്ത് എടുത്ത് ഇവന്റെ പിഴക്ക് വെച്ചു കൊടുത്ത് കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിനകത്ത് എന്തിൻ്റെ ഭാഗമാണിത്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ധനാറ തരാതിരുന്നതിൻ്റെ കഴുത്തിൽ പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക.